Hi dear students, the next topic we are going to study is the second method in the partitioning method, that is the K-method method. First we'll learn about the K-mean method. K-mean method എങ്ങനെയായിരുന്നു നമ്മൾ അവിടെ ഒരു ക്ലസ്റ്ററിൻ്റെ സെൻട്രോയിഡ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യും, ദെൻ അതിന് മീൻ വാല്യൂ ആണ് മെഷറായിട്ട് യൂസ് ചെയ്തത്. അതായത് നമ്മൾ ആദ്യമേ റാൻഡംലി കുറച്ച് പേരെ സെലക്ട് ചെയ്യും, എത്ര ക്ലസ്റ്റേഴ്സ് ഉണ്ടോ അത്രയും പേരെ സെലക്ട് ചെയ്യും. ഇനി ഈ പറഞ്ഞ ഓരോരുത്തരും ആരുമായിട്ടാണോ ക്ലോസ് ആയിട്ടുള്ളത് ആ പറഞ്ഞ ക്ലസ്റ്റേഴ്സിലോട്ട് ആഡ് ചെയ്യും. ദെൻ ആഫ്റ്റർ ആഡിങ് ഓൾ ദീസ് മെമ്പേഴ്സ് വീണ്ടും നമ്മൾ ക്ലസ്റ്റർ മീൻ അപ്ഡേറ്റ് ചെയ്യും. ക്ലസ്റ്റർ മീൻ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ മേ ബി ഒരാൾ, അതായത് ഒരു മെമ്പർ അതിൻ്റെ ഉള്ള ക്ലസ്റ്ററിലെ ക്ലസ്റ്റർ മീനുമായിട്ടാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ചേഞ്ച് ഒന്നും കാണത്തില്ല. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വേറെ ഏതെങ്കിലും ക്ലസ്റ്ററിലെ മീനുമായിട്ടാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ അങ്ങോട്ട് മൂവ് ചെയ്യും. അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ മീൻ വാല്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. അതിന് പകരം മെഡോയിഡ്, അതായത് ഒരു ക്ലസ്റ്ററിൻ്റെ സെൻട്രലി ലൊക്കേറ്റ് ചെയ്തേക്കുന്ന ആളെയായിരിക്കും ഇവിടെ മെഡോയിഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ക്ലസ്റ്റർ ഹെഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എത്ര കെയുടെ വാല്യൂ എത്രയാണോ അത്രയും ക്ലസ്റ്റേഴ്സ് കാണും. അപ്പോൾ അത്രയും മെമ്പേഴ്സിനെ റാൻഡംലി സെലക്ട് ചെയ്തിട്ട് അവരെ ഫസ്റ്റ് മെഡോയിഡായിട്ട് സെലക്ട് ചെയ്യും. ഇനി റിമൈനിങ് മെമ്പേഴ്സ് ഈ പറഞ്ഞ ഏത് മെഡോയിഡായിട്ടാണ് ക്ലോസ് ആയിട്ടുള്ളത് ആ പറഞ്ഞ ക്ലസ്റ്ററിലോട്ട് അതിനെ ആഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും ആഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, ഈ പറഞ്ഞ മെഡോയിഡിനെ വേറെ ഏതെങ്കിലും ഒരു മെമ്പർ അല്ലെങ്കിൽ നോൺ മെഡോയിഡ് കൊണ്ട് റീപ്ലേസ് ചെയ്യും. അപ്പോൾ റീപ്ലേസ് ചെയ്യുമ്പോൾ ഒരു മെമ്പർ ഓൾറെഡി ഉള്ള ക്ലസ്റ്ററിലെ മെഡോയിഡായിട്ടാണ് ക്ലോസ് ആയിട്ടുള്ളതെങ്കിൽ ചേഞ്ച് ഒന്നും കാണത്തില്ല. വേറെ ഏതെങ്കിലും ന്യൂ ക്ലസ്റ്ററിലെ ന്യൂ മെഡോയിഡായിട്ടാണ് ക്ലോസ് എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നേരത്തെ കെമീൻ്റെ കേസിൽ മീൻ നോക്കിയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഏത് മെഡോയിഡായിട്ടാണോ ക്ലോസ് ആയിട്ടുള്ള ആ മെഡോയിഡിലോട്ടായിരിക്കും ഒരു ക്ലസ്റ്ററിൽ നിന്ന് വേറൊരു ക്ലസ്റ്ററിലോട്ട് മൂവ് ചെയ്യുന്നത്. ഇവിടെയും അണ്ടിൽ നോ ചേഞ്ച് ആവുന്നവരെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഓരോ ഐട്രേഷൻ കഴിയുമ്പോഴും നമ്മളിവിടെ ഒരു കോസ്റ്റ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യും. ഇവിടുത്തെ കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, മീനിൻ്റെ കേസിലെ കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓരോ സെൻറ്റർ ക്ലസ്റ്റർ കൺസിഡർ ചെയ്യുക, അവിടുത്തെ മീൻ വാല്യൂവും റിമൈനിങ് മെമ്പേഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുത്ത് അതിനെ സ്ക്വയർ ചെയ്യുക, ഇതേപോലെ എല്ലാ ക്ലസ്റ്റേഴ്സിൻ്റെ വാല്യൂ എടുത്ത് അതിനെ സമപ്പ് ചെയ്യുക. ഓക്കെ, ആ കോസ്റ്റ് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ കേസിൽ നമ്മൾ ഓരോ ക്ലസ്റ്റർ കൺസിഡർ ചെയ്യുക, ഒരു ക്ലസ്റ്ററിലെ മെഡോയിഡ് വാല്യൂവും റിമൈനിങ് മെമ്പേഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുത്ത് സ്ക്വയർ ചെയ്യുക, അതിൻ്റെ സമപ്പ് എടുക്കുക, ദെൻ എല്ലാ ക്ലസ്റ്റേഴ്സിൻ്റെയും കൂടി ഈ പറഞ്ഞ വാല്യൂ കണ്ടുപിടിച്ച് സമപ്പ് ചെയ്യുക. അപ്പോൾ അതിനെയാണ് കോസ്റ്റ് ഫംഗ്ഷൻ നൽകുന്നത്. അപ്പോൾ ആ കോസ്റ്റ് ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ മുൻപോട്ട് പ്രൊസീഡ് ചെയ്യണോ വേണ്ടോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഹിയർ മെയിൻ അഡ്വാൻറ്റേജ് കമ്പയർഡ് ടു കെ മീൻസ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും, ഔട്ട്ലയേഴ്സുമായിട്ട് സെൻസിറ്റീവ് ആയിരിക്കത്തില്ല. ദാറ്റ് മീൻസ് നോയ്സ് ഇതിനെ അഫക്റ്റ് ചെയ്യത്തില്ല. കെ മീൻസിനെ നോയ്സ് അഫക്റ്റ് ചെയ്യും, കെ മെഡോയിഡിനെ നോയ്സ് അഫക്റ്റ് ചെയ്യത്തില്ല. സോ ലുക്ക് ദ ഫസ്റ്റ് പോയിന്റ്, ദ കെ മീൻസ് അൽഗോരിതം ഈസ് സെൻസിറ്റീവ് ടു ഔട്ട്ലയേഴ്സ് but the K-medoid algorithm is insensitive to outliers. Instead of taking the mean value of the objects in a cluster, here the medoid is used, which is the most centrally located object in a cluster. ഒരു ക്ലസ്റ്ററിൽ സെൻട്രലി ലൊക്കേറ്റഡ് ഒബ്ജക്റ്റ് എന്നാണ് മിഡിൽ വാല്യൂവിനെയാണ് നമ്മൾ മെഡോയിഡ് എന്ന് പറയുന്നത്. The basic strategy of the K-medoid clustering algorithm is, first initially we have to find K clusters from M objects by first arbitrarily selecting a representative object as the medoid for each cluster. ഇപ്പോൾ കെയുടെ വാല്യൂ എത്രയാണോ, കെയുടെ വാല്യൂ 5 ആണെങ്കിൽ 5 മെഡോയിഡിനെ സെലക്ട് ചെയ്യുക നമ്മുടെ ഒബ്ജക്ട്സിൽ നിന്ന്. കെയുടെ വാല്യൂ 4 ആണെങ്കിൽ 4 മെഡോയിഡ്സിനെ സെലക്ട് ചെയ്യുക. ദെൻ ക്ലസ്റ്റർ ഫോം ചെയ്യാം. ദെൻ ഈച്ച് റിമൈനിങ് ഒബ്ജക്റ്റ് ഈസ് ക്ലസ്റ്റേർഡ് വിത്ത് എ മെഡോയിഡ് ടു വിച്ച് ഇറ്റ് ഈസ് മോസ്റ്റ് സിമിലർ. ദെൻ റിമൈനിങ് ഒബ്ജക്ട്സ് ഏത് ക്ലസ്റ്റേഴ്സ് ഇനിഷ്യൽ ക്ലസ്റ്റേഴ്സായിട്ടാണ് കൂടുതൽ സിമിലർ അവിടെ വിട്ട് നമ്മൾ ക്ലസ്റ്റർ ചെയ്യാം, ആഡ് ചെയ്യാം. The strategy then iteratively replaces one of the medoids by one of the non-medoids as long as the quality is improved. ഇനി നെക്സ്റ്റ് ഐട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഓരോ ഐട്രേഷനിലും ഈ ഓരോ മെഡോയിഡ്സിനെയും ഇതുവരെ മെഡോയിഡ് ആയിട്ടില്ലാത്ത നോൺ മെഡോയിഡ് വെച്ചിട്ടായിരിക്കും റീപ്ലേസ് ചെയ്യുന്നത്. നോൺ മെഡോയിഡ് വെച്ച് റീപ്ലേസ് ചെയ്തിട്ട് റിമൈനിങ് ഓരോ മെമ്പേഴ്സും ഏത് ന്യൂ മെഡോയിഡുമായിട്ടാണോ ക്ലോസ് ആയിട്ടുള്ളത് അവിടോട്ട് നമ്മൾ ആഡ് ചെയ്യും. This quality is estimated by using a cost function which measures the average dissimilarity between object and the medoid of its cluster. അപ്പോൾ ഈ ഓരോ തവണയും നമ്മൾ റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ റീഅസൈൻമെൻറ്റ് നടത്തിയിട്ടും ഒരു മെമ്പർ അതിൻ്റെ മെഡോയിഡായിട്ടുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിനെ സ്ക്വയർ ചെയ്യുക, അതിൻ്റെ എല്ലാം കൂടെ സമപ്പ് എടുക്കുക, അതായത് എല്ലാ മെമ്പേഴ്സിൻ്റെയും ഈ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ സ്ക്വയർ ചെയ്തിട്ട് അതിൻ്റെ എല്ലാം കൂടെ സമപ്പ് എടുക്കുക. ദെൻ ഇതേപോലെ എല്ലാ ക്ലസ്റ്റേഴ്സിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ എല്ലാം കൂടെ സമപ്പ് ചെയ്യുക. അതാണ് കോസ്റ്റ് ഫംഗ്ഷൻ. ഒന്നുകൂടെ കോസ്റ്റ് ഫംഗ്ഷൻ എന്താണെന്ന് പറയാം. നമുക്കിപ്പം 2 ക്ലസ്റ്റേഴ്സാണുള്ളത്. ഇതിൻ്റെ
മെഡോയിഡ്, ബാക്കിയെല്ലാം ക്ലസ്റ്റേഴ്സാണ്, ബാക്കിയെല്ലാം മെമ്പേഴ്സാണെങ്കിൽ ഈ പറഞ്ഞ ഓരോ മെമ്പേഴ്സും ഈ പറഞ്ഞ മെഡോയിഡുമായിട്ടുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ സ്ക്വയർ എടുത്ത് സം ചെയ്യണം. ഇവിടെയും ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ സ്ക്വയർ എടുത്ത് സമപ്പ് ചെയ്യണം. ദെൻ ആ രണ്ട് വാല്യൂവും കൂടെ വീണ്ടും ഓവറാൾ സമപ്പ് ചെയ്യണം. അതാണ് നമ്മുടെ കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ കോസ്റ്റ് ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ വീണ്ടും ഫർദർ പ്രൊസീഡിങ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ഡിസൈൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ മെഡോയിഡ്സ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരാൾക്കും വേറൊരു ക്ലസ്റ്ററിലോട്ട് മൂവ്മെൻറ്റ് ഇല്ലാത്തൊരു കേസ് വരുന്നത് വരെയും നമ്മൾ മൂവ്മെൻറ്റ് ഇല്ലാത്തൊരു കേസ് വരുവാണെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ അത് പോസിബിൾ അല്ലാത്തൊരു എല്ലാ കേസിലും പോസിബിൾ അല്ലാത്ത കേസായിരിക്കും. കാരണം ഏതെങ്കിലും ഒരാളെങ്കിലും ചിലപ്പോൾ മൂവ് ചെയ്യേണ്ടി വരും. എല്ലാവരും മൂവ് ചെയ്യേണ്ടാത്ത ഒരു സിറ്റുവേഷൻ റെയർലി കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ കോസ്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതും കോസ്റ്റ് ഫംഗ്ഷൻ ഒരു മിനിമൈസ്ഡ് അല്ലെങ്കിൽ ഒപ്റ്റിമൈസ്ഡ് വാല്യൂ എത്തുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ 4 കേസസ് വരും. അതായത് ഒരു മെഡോയിഡ്, വേറൊരു മെഡോയിഡ് അല്ലെങ്കിൽ വേറൊരു നോൺ മെഡോയിഡ് അല്ലെങ്കിൽ ഒരു പുതിയ മെഡോയിഡ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ മെമ്പേഴ്സിന് എന്ത് ചേഞ്ച് വരുമോ എന്നുള്ള 4 കേസസ് ഉണ്ട്. അപ്പോൾ ആ 4 കേസസ് എന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ വെച്ചിട്ട് പറയാം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ OJ, OI, ORANDom കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെഡോയിഡ്സ് ആണ്. അതായത് OJയും OIയും ഒരു മെഡോയിഡ്സ് ആണ്. ORANDom എന്ന് പറയുന്നത് നമ്മൾ ഇനി മെഡോയിഡ് ആയിട്ട് അപ്രൂവ് ചെയ്യാൻ പോകുന്ന ആളാണ്. P എന്ന് പറയുന്നത് നമ്മുടെ ഒരു മെമ്പറാണ്. അപ്പോൾ ഇനിഷ്യലി നമ്മളിവിടെ ലൈൻ കൊണ്ട് മീൻ ചെയ്യുന്നത് ഒരു മെമ്പർ ഏത് മെഡോയിഡുമായിട്ടാണ് സിമിലർ ആയിട്ടുള്ളത്. ദെൻ പുതിയൊരു മെഡോയിഡുമായിട്ട് ക്ലോസ് ആണെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ മെമ്പർ ആ ന്യൂ മെഡോയിഡിലോട്ട് നമ്മൾ ക്ലസ്റ്റർ ചെയ്യും. അത് ഡോട്ടഡ് ലൈൻസ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. സോ ബിഫോർ ലൈൻ നമ്മുടെ സ്ട്രെയിറ്റ് ലൈനും ആഫ്റ്റർ സ്വാപ്പിംഗ് അല്ലെങ്കിൽ ആഫ്റ്റർ റീഅസൈൻമെൻറ്റ് ഡോട്ടഡ് ലൈൻ യൂസ് ചെയ്യും. ഈ തിക്കൺ ഡോട്ടൺ കൊണ്ട് മീൻ ചെയ്യുന്ന ഡേറ്റ ഒബ്ജക്റ്റും പ്ലസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന നമ്മുടെ മെഡോയിഡ് അല്ലെങ്കിൽ ക്ലസ്റ്റർ സെൻറ്ററും പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ നോൺ മെമ്പേഴ്സും ആയിരിക്കും. അപ്പോൾ ഇനിഷ്യലി ഇതൊരു ക്ലസ്റ്റർ ആയിരുന്നു. ഇതൊരു ക്ലസ്റ്ററാണ്. ഇതൊരു ക്ലസ്റ്റർ, ഇത് വേറൊരു ക്ലസ്റ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഈ ക്ലസ്റ്ററിൻ്റെ മെഡോയിഡാണ് OJ, P അതിനകത്തൊരു മെമ്പറാണ്, P അതുമായിട്ട് സിമിലറാണ്. ഇനി നമ്മൾ ഈ OJ മാറ്റി ഒരു ന്യൂ മെഡോയിഡിനെ സെലക്ട് ചെയ്യുവാണ്. അതാണ് ORANDom. ഓക്കെ, ORANDom സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ P എന്ന് പറയുന്നത് ORANDom ആയിട്ടായിരിക്കത്തില്ല സിമിലർ, അതിനെക്കാട്ടി സിമിലറായിട്ട് കൂടുതൽ OI ആയിരിക്കും. OI എന്ന് വെച്ചാൽ വേറൊരു ക്ലസ്റ്ററിലെ ഹെഡ്. ഫോർ എക്സാമ്പിൾ OJയും Pയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് അല്ലെങ്കിൽ ഡിഫറൻസ് 3 ആണെന്ന് വയ്ക്കാം. ദെൻ OIയും Pയും തമ്മിലുള്ള ഡിഫറൻസ് 5 ആണെന്ന് അസ്യൂം ചെയ്യാം. ഇനി നമ്മൾ ഈ OJ മാറ്റി OR എടുത്തപ്പോൾ ORഉം Pയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് 6 ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ OJ ആയിട്ടുള്ള ഡിസ്റ്റൻസ് 3, OI ആയിട്ടുള്ള ഡിസ്റ്റൻസ് 5 ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് കുറവ് OJ ആയിട്ടുള്ളത് കൊണ്ടാണ് ഒന്നുകൂടെ പറയാം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇതൊരു ക്ലസ്റ്റർ, ഇത് വേറൊരു ക്ലസ്റ്റർ. അപ്പോൾ OJയും Pയും തമ്മിലുള്ള ഡിഫറൻസ് ഒരു 3, ദെൻ OIയും Pയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 6. അപ്പോൾ ഇവിടെ ഡിഫറൻസ് കുറവ് OJ ആയിട്ടാണ്. സോ P എന്ന് പറയുന്നത് OJ ആയിട്ടാണ് ക്ലസ്റ്റർ ചെയ്തത്. ഇനി നമ്മൾ ഈ ക്ലസ്റ്ററിൽ തന്നെ OJ എന്ന് പറഞ്ഞ മെഡോയിഡിനെ മാറ്റി ORANDom എന്ന് പറഞ്ഞ ക്ലസ്റ്റർ മെഡോയിഡ് എടുത്തു. അപ്പോൾ ORANDom നമ്മുടെ Pയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സപ്പോസ് 7 ആയിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ ഈ നെക്സ്റ്റ് നോക്കുമ്പോഴത്തേക്ക് ഈ P എന്ന് പറയുന്നത് ORുമായിട്ടുള്ള ഡിസ്റ്റൻസ് 7ഉം വേറൊരു ക്ലസ്റ്ററിലെ മെഡോയിഡുമായിട്ടുള്ളത് 6 വരുന്നത്. അതായത് P നിൽക്കുന്ന ക്ലസ്റ്ററിലെ ന്യൂ മെഡോയിഡ് ORANDom ആയിട്ടുള്ള ഡിസ്റ്റൻസിനെക്കാട്ടി കുറവാണ് വേറൊരു ക്ലസ്റ്ററിലെ മെഡോയിഡായിട്ടുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇയാളെ ഇതിപ്പോൾ ഇല്ലല്ലോ, ഈ മെഡോയിഡ് കട്ടായി, ഇനി ഈ 2 മെഡോയിഡ്സ് ആണുള്ളത്. ഈ Pനെ നമ്മൾ ORനോത്തോട്ടായിരിക്കത്തില്ല, നമ്മുടെ ക്ലസ്റ്ററിൽ നിന്ന് ഇവിടെ നിന്ന് മൂവ് ചെയ്ത് P എന്ന് പറയുന്ന OIയുമായിട്ട് വേണം ന്യൂ ക്ലസ്റ്റർ ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് നമ്മുടെ POJയുമായിട്ടാണ് ക്ലസ്റ്ററിങ്. പുതിയൊരു മെഡോയിഡിനെ സെലക്ട് ചെയ്തു. പുതിയ മെഡോയിഡിനെ സെലക്ട് ചെയ്തപ്പോൾ
പി കുറച്ചും കൂടെ ക്ലോസ് ആയിട്ടുള്ളത് പുതിയ മെഡോയിഡ് ഓ റാൻഡോ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഓ റാൻഡോ ആയിട്ട് അസൈൻ ചെയ്തു. ഓക്കെ, സെൻറ്റൻസ് നോക്കിക്കേ. ഹിയർ ഫസ്റ്റ് കേസിൽ പി കറൻ്റ്ലി ബിലോങ്സ് ടു ദ മെഡോയിഡ് ഒ ജെ. പി ഒ ജെ ആയിട്ട് ക്ലസ്റ്ററിങ് ആണ്. ഒ ജെ ഈസ് റീപ്ലേസ്ഡ് ബൈ ഓ റാൻഡം ആസ് എ ന്യൂ മെഡോയിഡ്. ഒ ജെ മാറ്റി ഓ റാൻഡം ആക്കി ന്യൂ മെഡോയിഡ് ആയിട്ട്. ആൻഡ് പി ദെൻ ക്ലോസസ് ടു ദ ഒ ഐ. വേറൊരു ക്ലസ്റ്ററിൽ ഒ ഐ എന്ന് പറഞ്ഞ മെഡോയിഡുമായിട്ടാണ് ക്ലോസറെങ്കിൽ എന്ത് ചെയ്യും? പി ഈസ് റീഅസൈൻ ടു ഒ ഐ. പി ഒ ഐ എന്ന് പറയുന്ന ക്ലസ്റ്ററിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ, കേസ് 2. പി ബിലോങ്സ് ടു ഒ ജെ. ഒ ജെ ഈസ് റീപ്ലേസ്ഡ് ബൈ ഓ റാൻഡം ആൻഡ് പി ഈസ് ക്ലോസസ് ടു ദ ഓ റാൻഡം. അതായത് ഒ ജെ എന്ന് പറയുന്ന മെഡോയിഡുള്ള ക്ലസ്റ്ററിലായിരുന്നു പി ഉള്ളത്. ഒ ജെ മാറ്റി ഓ റാൻഡം ആക്കിയപ്പോൾ പി ഇനി അടുത്ത ക്ലോസ് ആയിട്ടുള്ളത് അതേ ക്ലസ്റ്ററിൽ തന്നെയുള്ള ന്യൂ മെഡോയിഡായിട്ടാണെങ്കിൽ പി എന്ന് പറയുന്നത് എവിടോട്ട് റീഅസൈൻ ചെയ്യും? ഓ റാൻഡത്തിലോട്ട് റീഅസൈൻ ചെയ്യും. ഓ റാൻഡം എന്ന് പറഞ്ഞാൽ സെയിം ക്ലസ്റ്റർ തന്നെയാണ് ഇവിടെ. ഇനി തേർഡ് കേസ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മളിപ്പോൾ ചെയ്തത് ഒരു ക്ലസ്റ്ററിലെ മെഡോയിഡ്സ് മാറ്റുമ്പോൾ അതിൻ്റെ മെമ്പറിനെ എന്ത് ചെയ്തു. ഇനി നെക്സ്റ്റ് പറയുന്നത്, ഒരു ക്ലസ്റ്ററിലെ മെഡോയിഡിനെ മാറ്റുമ്പോൾ വേറെ ക്ലസ്റ്ററിലെ മെമ്പറിന് എന്ത് പറ്റുന്നു. അതായത് ഇവിടെ നമ്മൾ പി എന്ന് പറയുന്നത് ഒ ഐയുമായിട്ട്, അതാണ് ഈ ഒരു ക്ലസ്റ്ററിലാണ്. ഇനി ചേഞ്ച് സംഭവിക്കുന്നത് ഈ ക്ലസ്റ്ററിലായിരുന്നു. നേരത്തെ കേസിൽ എങ്ങനെയായിരുന്നു? പി ഏത് ക്ലസ്റ്ററിലായിരുന്നു അവിടെ തന്നെയായിരുന്നു ചേഞ്ച് സംഭവിച്ചത് ഇല്ലേ? ഓ റാൻഡം മാറ്റിയപ്പോൾ പി വേറൊരു ക്ലസ്റ്ററുമായിട്ടാണ് ക്ലോസ് എങ്കിൽ അങ്ങോട്ട് മൂവ് ചെയ്യും. ഓ റാൻഡമായിട്ട് സെലക്ട് ചെയ്തു, പി ഓ റാൻഡം ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ക്ലസ്റ്റർ മൂവ്മെൻ്റ് ഒന്നുമില്ല, ക്ലസ്റ്റർ മെഡോയിഡ് മാത്രമേ ചേഞ്ച് ഉള്ളൂ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, പി ഒരു ക്ലസ്റ്ററിലാണ്, വേറെ ക്ലസ്റ്ററിലാണ് നമ്മൾ മെഡോയിഡ്സിനെ മാറ്റുന്നത്. അതായത് ഒ ജെ മാറ്റി ഓ റാൻഡം ആക്കി. അപ്പോൾ ഒ ജെ മാറ്റി ഓ റാൻഡം ആക്കുമ്പോഴും പി ആ നിൽക്കുന്ന ക്ലസ്റ്റർ ഹെഡുമായിട്ട് തന്നെ ക്ലോസ് എങ്കിൽ ചേഞ്ച് ഒന്നും കാണത്തില്ല, നോ ചേഞ്ച്. ഇനി നെക്സ്റ്റ്, പി ഈ പറഞ്ഞ ക്ലസ്റ്ററിലായിരുന്നു ഒ എ ആയിരുന്നു മെഡോയിഡ്. വേറൊരു ക്ലസ്റ്ററിൽ ഒ ജെ മാറ്റി ഓ റാൻഡം ആക്കി. ഓ റാൻഡത്തിലോട്ടാണ് പി ക്ലോസ് എങ്കിൽ ഈ ക്ലസ്റ്ററിൽ നിന്ന് ഓ പി മാറി ഇങ്ങോട്ട് മൂവ് ചെയ്യും. അതാണ് 3 and 4 കേസസ്. സോ കൺസിഡർ കേസ് 3. പി കറൻ്റ്ലി ബിലോങ്സ് ടു ദ മെഡോയിഡ് ഒ ഐ. ദെൻ I is not equal to j ആണ്. I not equal to j if OJ is replaced by O random as a മെഡോയിഡ്. അതായത് വേറൊരു ക്ലസ്റ്ററിലെ മെഡോയിഡിനെ മാറ്റി വേറെ പുതിയ മെഡോയിഡ് ഒ ജെ മാറ്റി ഓ റാൻഡം ആക്കുന്നു. ആൻഡ് പി സ്റ്റിൽ ക്ലോസ് ടു y. ഓക്കെ, അപ്പോൾ ഇവിടെ ഈച്ച് ടൈം എ റീഅസൈൻമെൻറ്റ് ഓക്കേഴ്സ് എ ഡിഫറൻസ് ഇൻ സ്ക്വയർ എറർ ഈസ് കോൺട്രിബ്യൂട്ടഡ് ടു ദ കോസ്റ്റ് ഫംഗ്ഷൻ. അപ്പോൾ ഇതേപോലെ നമ്മൾ റീഅസൈൻമെൻറ്റ് ന്യൂ മെഡോയിഡ്സ് കണ്ടുപിടിച്ചിട്ട് റീഅസൈൻമെൻറ്റ് ചെയ്യണം. അപ്പോൾ ഓരോ തവണ ഈ എല്ലാം റീഅസൈൻമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ന്യൂ കോസ്റ്റ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. ദ കോസ്റ്റ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ്സ് ദ ഡിഫറൻസ് ഇൻ ദ സ്ക്വയർ എറർ വാല്യൂ ഇഫ് എ കറണ്ട് മെഡോയിഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ നോൺ മെഡോയിഡ് ഒബ്ജക്റ്റ്. അതായത് നമ്മുടെ മെഡോയിഡ് റീപ്ലേസ്മെൻറ്റ് നടത്തി ന്യൂ മെഡോയിഡ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെമ്പറും ഈ പറഞ്ഞ ഒബ്ജക്ട്സും ന്യൂ മെഡോയിഡ്സും നമ്മൾ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു ക്ലസ്റ്ററിൽ എല്ലാവരും നമ്മൾ ഡിഫറൻസ് എടുക്കുക, സ്ക്വയർ ചെയ്യുക, അതിൻ്റെ സമപ്പ് എടുക്കുക. അതേപോലെ എല്ലാ ക്ലസ്റ്റേഴ്സിൻ്റെയും ഇതേപോലെ വാല്യൂ കണ്ടുപിടിച്ച് സമപ്പ് ചെയ്യുക. സോ ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് സ്വാപ്പിംഗ് ഇസ് ദ സം ഓഫ് ദ കോസ്റ്റ് ഇൻക്ലൂഡ് ബൈ ഓൾ നോൺ മെഡോയിഡ് ഒബ്ജക്ട്സ്. എല്ലാ ക്ലസ്റ്റേഴ്സിൻ്റെയും കണ്ടുപിടിക്കുക. ഓക്കെ, എന്നിട്ട് കണ്ടുപിടിച്ച് കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അതിനർത്ഥം നമ്മളിപ്പോൾ ചെയ്ത റീപ്ലേസ്മെൻറ്റ് ഓക്കെ ആണ്. കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അതിനർത്ഥം കറണ്ട് മെഡോയിഡ് തന്നെ മതി, ചേഞ്ച് ഒന്നും വേണ്ട. മനസ്സിലായോ? നമ്മളിപ്പോൾ റീപ്ലേസ്മെൻറ്റ് നടത്തി കോസ്റ്റ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് ആ കോസ്റ്റ് ഫംഗ്ഷൻ്റെ വാല്യൂ നോക്കുമ്പോൾ അത് നെഗറ്റീവ് ആണെങ്കിൽ അതിനർത്ഥം ന്യൂ റീപ്ലേസ്മെൻറ്റ് ഓക്കെ ആണ്, കണ്ടിന്യൂ ചെയ്യാം, നെക്സ്റ്റ് ഇറ്ററേഷനിലോട്ട് പോവാം. പോസിറ്റീവ് ആണെങ്കിൽ അതിനർത്ഥം ഓൾഡ് മെഡോയിഡ് തന്നെ മതി, ഇനി മുമ്പോട്ട് പോകേണ്ട ആവശ്യമില്ല, ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത കേസ് ആവുന്നവരെ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ കോസ്റ്റ് ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളിത് സ്റ്റോപ്പ് ചെയ്യണം. Then the K-medoid method is more robust than K-means in the presence of noise and outliers because a medoid is less influenced by the outliers. നേരത്തെ പറഞ്ഞ പോയിൻ്റാണ്, മെഡോയുടെ കേസിൽ ഔട്ട്ലയേഴ്സ് അധികം അഫക്റ്റ് ചെയ്യത്തില്ല. ബട്ട് ഇറ്റ് പ്രോസസ്സിങ് ഔട്ട് ഇറ്റ് ഈസ് മോസ്റ്റ് എക്സ്പെൻസീവ് ദാൻ ദ K-means. K-meansനെക്കാട്ടി കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിരിക്കും. ഇനി ഇതിൻ്റെ അൽഗോരിതം. Input the number of clusters K and the database containing n objects, and the output is a set of K clusters which minimizes the sum of dissimilarities of all objects to the nearest medoid.
Method: first we choose k objects as the initial methods, then repeat until no change. Steps 3 to 6 has to be repeated until no change or based on the cost function. Assign each object to the cluster with the nearest method. Randomly select a new method object or random. Compute the total cost of swapping of OJ with O random. If S is less than 0, then swap OJ with O random to form the new sets of K method. അല്ലേ? അപ്പോൾ നമ്മളൊരു ന്യൂ മെത്തേഡിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്തായിരിക്കും, നമ്മൾ ആ കോസ്റ്റ് കണ്ടുപിടിക്കണം. കോസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ ആ കോസ്റ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, നമ്മളെ റീപ്ലേസ്മെൻറ്റ് ചെയ്യണം. അതായത് മെത്തേഡിനെ ന്യൂ മെത്തേഡ് കൊണ്ട് റീപ്ലേസ് ചെയ്യണം. അതല്ല എന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ ഉള്ള മെത്തേഡ്സ് തന്നെ മതി. അപ്പോൾ ഇത്രയാണ് കെ മെത്തേഡ്. അപ്പോൾ ഇതിൽ കെ മീൻസും കെ മെത്തേഡും സിമ്പിൾ ടോപ്പിക്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ ക്ലസ്റ്ററിങ്, ഇൻട്രൊഡക്ഷൻ ടു ക്ലസ്റ്ററിങ്, ടൈപ്സ് ഓഫ് ക്ലസ്റ്ററിങ്, കെ മീൻസ് മെത്തേഡ്, കെ മെത്തേഡും ആകുമ്പോൾ നമ്മൾ ഈ മൊഡ്യൂളിൻ്റെ ഒരു 60% കംപ്ലീറ്റ് ആവും. നമുക്കുള്ളത് എപ്രയോറി NFP ഗ്രോത്ത് അൽഗോരിതമാണ്. അത് നമ്മൾ ലാസ്റ്റ് പഠിക്കുന്നുള്ളൂ. ഇനി നമ്മൾ 6th മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യും. 6th മൊഡ്യൂൾ എന്ന് പറയുന്നത് ഈ ക്ലസ്റ്ററിങ്ങിൻ്റെ കണ്ടിന്യൂഷനാണ്. ഹയറാർക്കി ക്ലസ്റ്ററിങ്ങിൻ്റെ 2 അൽഗോരിതംസും ഡെൻസിറ്റി ബേസ്ഡ് ക്ലസ്റ്ററിങ്ങിൻ്റെ 2 അൽഗോരിതംസുമാണ്. അപ്പോൾ അതും 2 വീഡിയോസ് കാണും. അതിനുശേഷം 2-3 ഷോർട്ട് ടോപ്പിക്സ് ഉണ്ട് 6th മൊഡ്യൂൾ. അത് കഴിഞ്ഞിട്ട് നമ്മളീ പറഞ്ഞ 5th മൊഡ്യൂളിലെ എപ്രയോറി അൽഗോരിതം, FP ഗ്രോത്തും അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ 6th മൊഡ്യൂളിൽ വരുന്നുണ്ട്. അതും പഠിക്കും. ഓക്കെ. അപ്പോൾ എല്ലാവരും വീഡിയോസ് റിപ്പീറ്റഡ് ആയിട്ട് കാണും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അതിനും കൂടെ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വീഡിയോസ് കണ്ടാൽ മാത്രമേ ഒരു ഐഡിയ ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ. നമ്മൾ ഡയറക്റ്റ് ക്ലാസ് എടുക്കുന്നതിൻ്റെ ആ ഒരു എഫക്റ്റീവ്നെസ് എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും റിപ്പീറ്റഡ് ആയിട്ട് കാണുക, ഐഡിയ കൺസെപ്റ്റ് മനസ്സിൽ വെച്ചേക്കുക. നമുക്കിനി ക്ലാസ് എന്ന് തുടങ്ങുമെന്നോ എത്ര നാൾ കാണുമെന്നോ ഒന്നും അറിയത്തില്ല. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.